വിനായക്, ഹായ് ശബരി, അലൻ, അജരൻ, ദേവരാജ്, നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നിങ്ങളുടെ ഫാൻസിനെ പറ്റി നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? ഇവര് സെൽത്ത് രാസസിൽ ഒരു പരിപാടി അവതരിപ്പിച്ചിരുന്നു കഴിഞ്ഞ വർഷം. അവിടെ വൻ ബ്ലോക്കായി, വൻ ജനസാഗരം. കോളേജിലേക്ക് അടുക്കാനേ പറ്റുന്നില്ല. ഫോറം വാള നിങ്ങളുടെ സപ്പോർട്ട് ഇതാ ഇപ്പൊ കണ്ടോ. റെഡി? ഹാഷിറിന്റെ കുറച്ച് കുട്ടി ഫാൻസ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഹാഷിർ വരുമ്പോ തൊട്ട് കാണണം 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 എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ആക്ടേഴ്സ് ആർ ഹിയർ ഓൺ ദ സ്റ്റേജ്. നമുക്ക് നമ്മുടെ റൈറ്റർ ആൻഡ് ഡയറക്ടർ വിപിൻ ചേട്ടനെയും അതുപോലെ തന്നെ സവിൻ സർ ചേട്ടനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Ladies and gentlemen, please put your hands together for Vipin Das and Savin Sir. വാഴ 2 എന്ന സിനിമ ഇങ്ങനെ എത്തുന്നതിലെ സംവിധായകനാണ് നമ്മളുടെ കൂടെ ചേരുന്നത് സവിൻ സർ ആൻഡ് ഒപ്പം വാഴ 2 അമരക്കാരൻ വിപിൻ ദാസ് സർ. രണ്ടുപേരെയും ഈ വേദിയിലേക്ക് നമ്മൾ സാദരം ക്ഷണിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഹാഷിറൊക്കെ സംസാരിക്കാം. ബട്ട് ബിഫോർ ദാറ്റ്, വാഴ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിപിൻ ചേട്ടന്റെ മുഖമാണ് ഓർമ്മ വരുന്നത്. സോ വാഴയെ പറ്റിയിട്ട് സംസാരിക്കാനായിട്ട്, വാഴ 2 പറ്റി സംസാരിക്കാനായിട്ട് വിപിൻ ചേട്ടനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരു വലിയ കൈയടി. ഷെയർ പറയൂ, മനസ്സ് തുറക്കേണ്ട സമയമാണ്. എങ്ങനെയാണ് വാഴ 2 സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഇങ്ങനെ ഒരു തോട്ട് ഉണ്ടാവുന്നത്? എങ്ങനെയാണ് ഇവിടെ ഇത്രയും ഫാൻസ് വാഴ 2 ഉണ്ടാവുന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇതെല്ലാം ഒരു പ്രോസസ്സിലൂടെ വന്നതാണ്. ഇതിപ്പോ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആയെന്ന് മനസ്സിലായത്. വാഴ 1ന്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ ആയപ്പോൾ നമുക്കൊരു ടൂർ ചെയ്താലെന്നൊരു പ്ലാൻ ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ട്രെയിലർ ഇറങ്ങി ഭയങ്കര ഹിറ്റായി. അപ്പൊ അതെല്ലാവരും ഹാഷിറേന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ടൂർ ചെയ്യാനായി. അപ്പോഴും കഥയൊന്നും ആയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലിംസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളൊരു 1 വർഷം, ഓൾമോസ്റ്റ് 2 വർഷമായിരുന്നു. അപ്പൊ അതിന്റെ എഴുത്ത് പരിപാടികളൊക്കെ തുടങ്ങി, പിന്നെ ഷൂട്ട് തുടങ്ങി. അതൊരു പ്രോസസ്സായിരുന്നു. അപ്പൊ അതിൻ്റെ കൂടെ അങ്ങ് പോയെന്നുള്ളത്. ഇപ്പോഴാണ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊരു ഫ്രാഞ്ചൈസി ആയിട്ടൊക്കെ നമുക്ക് തോന്നുന്നത്. പക്ഷെ അത് ചെയ്യുമ്പോൾ ഇതൊന്നും അങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ചെയ്തതല്ല. ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വന്ന ചോദ്യം എന്താ പറയുക മീനാക്ഷി? നമ്മളൊക്കെ ഓൾറെഡി ഇതിന്റെ പ്രൊമോഷൻ ഇന്റർവ്യൂസ് എടുത്തതാണ്. അപ്പോൾ ഇത് എയർ ചെയ്തതിന് ശേഷം കൂടുതൽ ആൾക്കാർ വന്നിട്ട് കമന്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താ പറയുക, ഒരു പരാതിയാണ്. നിങ്ങളെ പറ്റിയാണ് പരാതി, ഒരു വലിയ പരാതി. വാഴ 2ന്റെ ട്രെയിലർ എന്തുകൊണ്ടാണ് ഇത്രയും ഡിലേ ആവുന്നത് എന്നുള്ളൊരു കാര്യം. ഇന്നാണ് ഇത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. വൈ ഇത്രയും ഒരു സസ്പെൻസ് എന്തുകൊണ്ടാണ്? അല്ല, ചെയ്ത് തീർന്നില്ല. വർക്ക് തീർന്നിട്ടില്ല. അതുകൊണ്ടായിരുന്നോ? വളരെ സിമ്പിൾ ആയിട്ട് വിപിൻ ചേട്ടൻ ഉത്തരം പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത്, വാഴ 1 ഡയറക്ട് ചെയ്തത് ആനന്ദ് മേനൻ എന്ന് പറയുന്ന ഡയറക്ടറാണ്. അപ്പൊ സാധാരണ അതിന്റെ ഒരു സീക്വൽ അല്ലെങ്കിൽ 2ാം ഭാഗം വരുമ്പോൾ സെയിം ഡയറക്ടർ തന്നെയായിരിക്കും ചെയ്യുക. പക്ഷെ ഇപ്പൊ വാഴ 2ലേക്ക് വരുമ്പോൾ സവിൻ ചേട്ടനാണ് ചെയ്യുന്നത്. അതെന്താണ്? ആദ്യത്തെ പാട്ട് ഒരു ഡയറക്ടർ, 2ാമത്തെ പാട്ട് മറ്റൊരു ഡയറക്ടർ. അപ്പൊ ഇനി ഓരോ സീസൺ വരുമ്പോഴും, അതായത് ഓരോ തവണ ഓരോ പാട്ട് വരുമ്പോഴും പുതിയ പുതിയ ഡയറക്ടേഴ്സിനെ ആയിരിക്കുമോ വിപിൻ ചേട്ടാ നമുക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം? ഉറപ്പായിട്ടും. എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഒരു ഫ്രാഞ്ചൈസി ആയിരിക്കും എല്ലാവരെയും മാറ്റാൻ പറ്റുന്നത്. അതായത് ഇപ്പം ഡയറക്ടർമാരും, ഇപ്പൊ ഇതിൽ പുതിയ ക്യാമറമാൻ ഉണ്ട്, പുതിയ മ്യൂസീഷ്യൻസ് ഉണ്ട്, ഇപ്പൊ ഡയറക്ടർ പുതിയതാണ്, പുതിയ ആർട്ടിസ്റ്റുകൾ, വേറെയും സപ്പോർട്ടിങ് ആക്ടേഴ്സ്. അപ്പം ഓരോ ഫ്രാഞ്ചൈസിലും ഓരോ മൂവി വരുമ്പോഴും എല്ലാ ആൾക്കാരും പുതിയ ആൾക്കാരോ ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. പക്ഷെ റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമില്ല. പ്രത്യേകിച്ച് ഡയറക്ടർ, ക്യാമറാമാൻ ഒക്കെ വീണ്ടും വീണ്ടും നമ്മൾ പുതിയ ആൾക്കാരെ പരീക്ഷിക്കണം, ഇല്ലെ അവർക്ക് അവസരം കൊടുക്കണമെന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളുടെ പ്രിയപ്പെട്ട റൈറ്ററിന്, സ്ക്രിപ്റ്റ് റൈറ്ററിന് ഒരു വലിയ കൈഡി കൊടുത്തേ. ഇനി ഈ സിനിമയുടെ അമരക്കാരൻ, ഷിപ്മാനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യേണ്ട സമയമാണ്. സംവിധായകൻ ആദ്യം തന്നെ ചേട്ടൻ പറഞ്ഞു, സവിൻ ചേട്ടൻ പറഞ്ഞു എന്നോട്, എന്നെ വെറുതെ വിടണം, എന്നോട് കൂടുതലായിട്ടൊന്നും ചോദിക്കരുത്, ഞാൻ ചെറിയൊരു ഇൻവെർട്ടറാണ്. അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല ചേട്ടാ. കാരണം വാഴ 2 എന്താണ് നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാൻ പോകുന്നത് എന്നറിയാനായിട്ട് ഇത് നോക്ക്, ക്രൗഡ് നോക്ക് എത്ര നേരം എന്നറിയ ഇവരോട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഓവർ ടു ദി ഡയറക്ടർ സവിൻ സർ. മനസ്സ് തുറക്കേണ്ട സമയമാണ്. ഇതിലെ ഏറ്റവും ചെറുതാരാണെന്ന് അറിയോ ഈ ഗ്യാങ്ങില്? അവളൊക്കെ വിചാരിക്കും ഇവരാണ്, പക്ഷെ അല്ല, സാറാണ് ഏറ്റവും ചെറുത്. മനസ്സ് തുറക്കേണ്ട സമയം. എന്താ മനസ്സിൽ ഇപ്പൊ ഫീൽ ചെയ്യുന്നത്? ഇനി കുറച്ച് ദിവസമുള്ളൂ പ്ലീസ് ആവാൻ വേണ്ടിട്ട്. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ പ്രോഗ്രാം കാണാൻ ആൾക്കാർ എത്തിയതിൽ. ചേട്ടൻ ആക്ച്വലി ടെൻഷൻ ഉണ്ട്, കാരണം ഫസ്റ്റ് പാർട്ട് ഗംഭീര ഹിറ്റടിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ഇതിന്റെ ഒരു 2ാം ഭാഗം കൊണ്ട് വരുന്നത്. ഇത് ഫസ്റ്റ് പാർട്ടുമായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ. അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവുമായിരിക്കും ഇവിടെ നിൽക്കുന്നവർക്ക്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കും ആദ്യം. കണ്ടാൽ മതി. ഓക്കെ, ചേട്ടൻ എങ്ങനെയാണ്? ടെൻഷൻ ഉണ്ടോ 2ാം സെക്കൻഡ് പാർട്ട് ഇറങ്ങുമ്പോ?
വേറൊരു കാര്യം മീനാക്ഷി, ആക്ച്വലി വാഴ 1 ആക്ച്വലി ഡയറക്റ്റ് ചെയ്യേണ്ടിയിരുന്നത് ഇദ്ദേഹമാണ് അല്ലേ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആ അവസരം പിന്നെ കുറച്ചൊന്ന് പോസ്റ്റ്പോൺ ആയിട്ടാണ് രണ്ടാമത്തെ പാർട്ട് ഇദ്ദേഹത്തിലേക്ക് വരുന്നത്. ഇദ്ദേഹം തന്നെ വേണ്ടെന്ന് വെച്ച സിനിമയാണ് വാഴ 1. അതെന്താ അങ്ങനെ ഒരു സാധനത്തെ പറ്റി മനസ്സ് തുറക്കാൻ പറ്റുന്ന ഒരു സമയം കൂടെയാണ്. പറഞ്ഞോ, ഇപ്പൊ അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ മനസ്സ് തുറക്കുന്നില്ല എന്നൊക്കെ പറയുന്നത്. ഓക്കെ, എനിവേ നേരത്തെ വിപിൻ ചേട്ടൻ ഇവിടെ സംസാരിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ വാഴ ഫസ്റ്റ് പാർട്ട് കണ്ടപ്പോഴത്തേക്കും ഹാഷിനെ കുറച്ചുകൂടെ കാണിക്കായിരുന്നു എന്നായിരുന്നു നമ്മുടെ നമ്മള് ഈ പറഞ്ഞ നമുക്ക് വിഷമമുണ്ട്, കുറച്ചുകൂടെ സ്ക്രീൻ ബേസ് വേണം എന്നുള്ള രീതിയിൽ ഇപ്പൊ എല്ലാ സങ്കടവും മാറി. അതെ, സെക്കൻഡ് പാർട്ട് ഫുൾ ഓൺ സ്ട്രെച്ചിൽ ഹാഷിറിന്റെ ടീമിനെ കഥ കാണിച്ചുകൊണ്ടാണ് വാഴ 2 വരാൻ പോകുന്നത്. അപ്പൊ വിപിൻ ചേട്ടാ, ഐ തിങ്ക് വിപിൻ ചേട്ടൻ തന്നെയാണ് ദ ബെസ്റ്റ് പേഴ്സൺ ടു ഇൻട്രൊഡ്യൂസ് ദി എൻറ്റയർ ആർട്ടിസ്റ്റ്. അപ്പൊ പ്ലീസ്. നമസ്കാരം. വാഴ 1 കണ്ടവർക്ക് എല്ലാവരെയും പരിചയമുണ്ടെന്ന് എനിക്ക്, എന്നാലും ഞാൻ എല്ലാവരെയും ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ശബരി ഒരുപാട് റീലൊക്കെ ചെയ്യുന്ന ആളാണ്. ശബരി അവരുടെ രണ്ടാമത്തെ സിനിമയാണ് വ്യസന സമേതം എന്നുള്ള ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ശബരി സാബിറും വന്നിട്ടില്ല. സാബിർ ഒരുപാട് റീൽസ് നല്ല റിസോർട്ട് ചെയ്യുന്നു. അപ്പം അവരുടെ ആക്ടിങ് ഭയങ്കര റിസോർട്ട് തോന്നിയുകൊണ്ടാണ് ഞാൻ കാസ്റ്റ് ചെയ്തത്. പിന്നെ ആഷിറിന്റെ അനിയനായിട്ടാണ്. സാബിറിനാണ് ആദ്യം ആഷിറിന്റെ അനിയനായിട്ട് കാസ്റ്റ് ചെയ്തത്. പക്ഷെ സാബിറിന്റെ ഹൈറ്റും സിനിമ ഷൂട്ട് തുടങ്ങിയ നേരത്തേക്ക് സാബിർ വലിയ ആളായി. അപ്പൊ പിന്നെ ആ അനിയൻ ചേട്ടൻ ആ കോംബോ വർക്കാവുന്നു. അപ്പൊ അതുകൊണ്ട് അത് ശബരിക്ക് ആ ഭാഗ്യം കിട്ടി. ഇതാണ് ശബരി. പിന്നെ ഇനിയുള്ളത് ദേവരാജ്. ദേവരാജിന് ഒരു പ്രത്യേക ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. ദേവരാജിന്റെ റീൽസിന്റെ ഭയങ്കര ഫാനാണ് ഞാൻ. എന്നിട്ട് ഞാൻ ഇവരോട് വിളിച്ച് എവിടെയാണെങ്കിലും ഞാൻ ഇവരോട് വിളിച്ച് പറയും, ഇനി റീൽ ചെയ്യേണ്ടത്, ഇനി ഒരുപാട് ആക്ട് ചെയ്യേണ്ട കാര്യം സിനിമയിൽ ഒരുപാട് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇപ്പൊ ഇമോഷണൽ സീനുകൾ ഇപ്പൊ കുറച്ച് ചെയ്തു തോന്നുന്നു. ഇപ്പോ അതുകൊണ്ട് ദേവരാജിന്റെ റീൽസ് ഞാൻ വീണ്ടും കാണും. അവരുടെ പെർഫോമൻസ് അത്രയും ഇഷ്ടമാണ്. അപ്പം ഈ സിനിമയിൽ നമ്മൾ ദേവരാജനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ദേവരാജിന്റെ ഒരു എന്താ പറയാ നല്ലൊരു ഫേസ് സിനിമയിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് വാഴയിലൂടെ തന്നെ തുടങ്ങും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. താങ്ക് യു ദേവരാജ്. താങ്ക് യു. യുറേക്ക സ്റ്റോറീസ് എന്ന് പറയുന്ന അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഒരുപാട് നമ്മളുടെ മനസ്സ് കീഴടക്കിയ താരമാണ് ദേവരാജ്. നെക്സ്റ്റ് ഇനി ആരെ അജിൻ. ഈ സ്കൂളിലൊക്കെ ഓരോ സാർമാര് കുട്ടികളെ പറ്റി പറയുന്ന ഒരു ഫീലാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. അജിനാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത്. പക്ഷെ അജിൻ ഭയങ്കര മോട്ടിവേഷൻ സ്പീച്ച് ഒക്കെ ചെയ്യുന്ന ആളാണ്. എപ്പോഴും എല്ലാവരും ഡൗൺ ആയിരുന്ന അവിടെ തന്നെ മോട്ടിവേഷൻ കോട്ട്സ് ഒക്കെ പറഞ്ഞ് ഒരു മോട്ടിവേഷൻ കോട്ട് പറയാം. രണ്ട് വാക്ക് സാർ പറഞ്ഞതല്ലേ, ഇപ്പൊ 2 വാക്ക്. ആളെന്ന് പറയുന്നത് വെച്ചാൽ ഞാൻ മാതൃഭൂമിയിൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതാണ് പറയുന്നത്. ഞാനത് പറയാം, ചിലപ്പോൾ തെറ്റിപ്പോവും, മറന്നുപോയത്. എന്നാലും ഒന്ന് ട്രൈ ചെയ്യാൻ. നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്കോ സാഹചര്യത്തിനോ വേണ്ടി അത് കളയാതിരിക്കുക. ചെറിയ ലക്ഷ്യമാണെങ്കിലും വലിയ ധൈര്യം കാണിക്കുക. ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചോളൂ? ഇത്രയും കഴിവുകൾ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ഇൻവെർട്ടർ ആയിട്ട് നടക്കുകയാണ് അജിൻ. ഓക്കെ സാർ, അടുത്ത ആള് അജിൻ. താങ്ക് യു. വിനായകനെ കുറിച്ച് സിനിമ തുടങ്ങുമ്പോൾ നമ്മള് ഒരു 4 പേരിൽ ഒരാൾ എന്നേ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ കാണുമ്പോ എനിക്ക് സിനിമ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രവും ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന, അല്ലെങ്കിൽ സിനിമ കഴിഞ്ഞിട്ട് ഈ വീട്ടമ്മമാരോ അല്ലെ അമ്മമാര് അച്ഛന്മാരൊക്കെ ചോദിക്കും, ആരായിരുന്നു ബിജുക്കുട്ടന്റെ മകനായിട്ട് അഭിനയിച്ച പയ്യൻ എന്ന് ചോദിക്കുന്ന ഒരു സ്പേസിലോട്ട് എത്തും. വിനായന്റെ പേര് പെട്ടെന്ന് കിട്ടില്ലായിരിക്കും അവർക്ക്, പക്ഷെ ടീനേജേഴ്സിനൊക്കെ അറിയാം. പക്ഷെ വിനായന്റെ പേര് അങ്ങനെ ഉറപ്പായിട്ട് അവർ ചോദിക്കും, ആ പയ്യൻ ആരാണെന്ന് ചോദിക്കും. അപ്പം വിനായന്റെ ക്യാരക്ടർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. വിനായനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം വെൽക്കം ടു മലയാള സിനിമ. അതുപോലെ തന്നെ വിനായക് ബിജുക്കുട്ടൻ ചേട്ടൻ കോംബോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ട്രെയിലറിന് താഴെ എല്ലാവരും കമന്റ് ചെയ്യേണ്ടായിരുന്നു. കറക്റ്റ് അച്ഛനും മോനും പോലെ തന്നെ. അതെ, ആ ഒരു കെമിസ്ട്രിയും അതേപോലെ തന്നെ വർക്ക്ഔട്ട് ആയിട്ടുണ്ടെന്ന് ബിജുക്കുട്ടൻ ചേട്ടൻ ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞ് നമ്മൾ കേട്ടിരുന്നു. അപ്പൊ മലയാള സിനിമയ്ക്ക് ഒരു വലിയ വാഗ്ദാനം തന്നെയായിരിക്കും. ഓക്കെ, അടുത്ത ആള് ആലൻ. കൂട്ടത്തിലെ ഗായകൻ ഇദ്ദേഹമാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ആശ്രൻ ഗ്യാങ്ങിലെ ഗായകൻ. അങ്ങനെയെങ്കിൽ ഒരു പാട്ട് പാടിച്ചിട്ട് വിടാല്ലേ? ഉറപ്പായിട്ടും അതെല്ലാം ചെയ്യും, എന്ത് വേണം ചെയ്യും.
ഇപ്പൊ എന്ത് പറഞ്ഞാലും ചെയ്യും. ഓൾ ഇൻ വൺ. അലന്റെ ഒരു പാട്ട് കേട്ട് സത്യമാണ് ഞാൻ അലന്റെ ഫാനായി പോയി. കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂല് പാടിയൊരു പാട്ട്, ഒളിച്ചിരുന്ന ഒരു പാട്ട് പാടിയില്ലേ? അത് ഹിറ്റായി. പേടിയുണ്ട് പാടിപ്പോയത്. അതാ ഇപ്പൊ പേടിയുണ്ടോ? പേടിയൊന്നുമില്ല, അതൊക്കെ അലന്റെ ഒരു പാട്ടായാലോ നമുക്ക്? ഒന്ന് കൈയടിച്ച് അലൻ പാട്ട് പാടണമെങ്കിൽ ഗാലറി നമുക്കപ്പോ സപ്പോർട്ടാ. ചേട്ടാ എല്ലാവർക്കും ഹൈ. ഒരു പാട്ട് പാട്ടെ. കാറ്റാടി തണലും തണലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയ കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊരു കണ്ണും കളിയൂഞ്ഞാലാടും നീ ഇടവഴിയിലായിരുന്ന ഇത്ര അറിയോ ഗൈസ്. താങ്ക് യു സപ്പോർട്ടിന് നന്ദി. അതെ, ഇത് പകുതി പാട്ട് ഞാനാ പാടി, ഈ വയ്യാത്ത തൊണ്ടയെ വെച്ച്. അപ്പൊ പകുതി കൈയടി എനിക്കാണ്. എനിവേ അതിന് നൽകുന്ന ഒരു വലിയ കൈയടി. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമുക്ക് അടുത്ത ഒരാളെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രെയിലർ ലോഞ്ചിലേക്ക് കിടക്കാം. ആൻഡ് സാർ അദ്ദേഹത്തെ കൂടെ ഈ ടീമിൽ ഞാൻ സംസാരിക്കുന്നതും ശ്രദ്ധിക്കുന്നതും ഇല്ലെങ്കിൽ ഇതിവിടെ വരെ എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ഇതുവരെ എത്തിച്ചതൊക്കെ ഒരാള് മെയിൻ ഫ്രണ്ടിൽ നിന്നാണ്. എനിക്ക് ഒരു ലീഡ് ചെയ്യുന്ന ഒരാൾ വേണം തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് ശരിക്കും ഹാഷർ അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഹാഷർ ഹാഷറും ഈ പറഞ്ഞ പോലെ പെർഫോമൻസിൽ എനിക്ക് ഇവരൊക്കെ റീൽ ചെയ്യുമ്പോൾ നമ്മുടെ വിചാരം എന്ന് വെച്ചാൽ ഇത് റീൽ നന്നായിട്ട് ചെയ്യും, സിനിമയിൽ എത്രത്തോളം ചെയ്യുന്ന എനിക്ക് ഡൗട്ട് ഉണ്ടായി. പക്ഷെ സിനിമയില് ഈ 2.25 മണിക്കൂറുണ്ട് സിനിമ. ഞാൻ വലിയ വലിയ നടന്മാർ അഭിനയിക്കുന്ന സിനിമകൾ കാണുന്ന ഇമ്പാക്റ്റിൽ നമ്മൾ ചിരിക്കുകയും കരയൊക്കെ ചെയ്യും. ഇവരുടെ പെർഫോമൻസ് ആണ് ഞാൻ ഉറപ്പ് പറയുന്നു. നമ്മൾ പഴയ വാഴാവണിൽ ഇതുപോലെ കുറെ പുതുമുഖങ്ങൾ, മിമിക്രി ആർട്ടിസ്റ്റുകൾ, അല്ലെങ്കിൽ മിമിക്രിയിൽ നിന്ന് വന്നതുകൊണ്ട് മാത്രം സീരിയസ് റോളുകൾ കിട്ടാത്ത കുറെ ആൾക്കാരുണ്ടായി. അപ്പൊ അവരൊക്കെ പെർഫോം ചെയ്തപ്പോൾ അതിന്റെ ക്ലൈമാക്സ് ഒരു 10 മിനിറ്റ് ഒക്കെ മമ്മൂട്ടി മോഹൻലാലും കരയിപ്പിക്കുന്ന പോലെ അവരെല്ലാവരും ആസിസിക്കുകയും സിജു ഒക്കെ എല്ലാവരും കരയിപ്പിച്ചിട്ടുണ്ട്. അപ്പം അവരെല്ലാവരും പുതുമുഖങ്ങളാണെന്നോ ഇല്ലെങ്കിൽ മിമിക്രിയിൽ നിന്ന് വന്നവരാണെന്നോ എല്ലാം മറന്ന് പ്രേക്ഷകർ ചിരിക്കുകയും കരയൊക്കെ ചെയ്തു. അപ്പം അതെനിക്ക് ഇവിടെയും റിപ്പീറ്റ് ചെയ്ത് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. അപ്പം ഈ സിനിമയും അതിനൊപ്പം നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ വേറെയും കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. രവീന്ദ്ര സാറ്, സുധീഷ് ചേട്ടൻ, കടാമംഗലം ചേട്ടൻ, അങ്ങനെ കുറെ പേരുണ്ട്. കുറച്ച് പേര് വന്നിട്ടില്ല. വേറെ ആർട്ടിസ്റ്റുകളുണ്ട്. കൂടെ അഭിനയിച്ച കിരൺ, ആഞ്ചലിന, ആരാധ്യ, കുറെ പേരുണ്ട്. അപ്പം എല്ലാവരും വഴിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. താങ്ക് യു. താങ്ക് യു. സർ, നമുക്ക് ഹാഷിം എന്താ പറയാനുള്ളതെന്ന് കേൾക്കണം. ഹാഷിം സംസാരിക്കണ്ടേ? ഹായ് ഹായ് ഹലോ. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? കൊച്ചു കേരളം നടക്കുന്നത് ആ ഡയലോഗ് ഒന്ന് പറയാം എല്ലാവർക്കും വേണ്ടി. ആ ഡയലോഗ് ഒന്ന് പറയാം. പറയട്ടെ, പറയണൊന്ന് കൈയടിച്ചേ. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? അതെന്തായാലും വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടതല്ലേ, അതാണ് വീണ്ടും വീണ്ടും. ഓക്കെ, അത് മതി, അത് മതി. ഓ പറഞ്ഞോ. എന്തായാലും ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക് യു. നമ്മളെ കാണാൻ വേണ്ടി വന്ന എല്ലാവർക്കും. അപ്പൊ നമ്മളെ പടം വരെയാണ് ഏപ്രിൽ 2-ന്. അപ്പൊ എല്ലാരും വരിക. ഓക്കെ, അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാറില്ല. ഓക്കെ ഓക്കെ, ഇന്റർവ്യൂ ഒക്കെ കണ്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു. ബൈ. ഓക്കെ, നമുക്ക് ഈ സമയത്ത് ഹാഷിറിന്റെ നായികനെ ഒപ്പം ഇതില് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് അവരെ കൂടെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രെയിലർ ലോഞ്ചിലേക്ക് പോകാൻ കരുതുന്നു. അപ്പൊ ഒരു വലിയ കൈയടിയോടെ ആരാധ്യ. ഐ തിങ്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. ഒരു വലിയ ബ്രാൻഡിന്റെ ഭാഗമാകാൻ പറ്റി നല്ലൊരു വേഷത്തിൽ. എന്താണ് ആരാധ്യക്കും ഏഞ്ചലിനും പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ? മനസ്സ് തുറക്കേണ്ട സമയം. നിങ്ങളെ നായികമാരാ. ഇവര് ബുള്ളി ചെയ്യുന്നുണ്ടോ നിങ്ങളെ? ഇല്ല ഇല്ല ഇല്ല, നല്ല പിള്ളേരാണ്. അൻസറിനുള്ള പിള്ളേരാണോ? ആഷിഖിന്റെ നായിക ഏഞ്ചലാണ് അല്ലേ? ഏഞ്ചലാണ്. എങ്ങനെയുണ്ട് ഹാഷിറിന് ഓപ്പോസിറ്റ് ചെയ്ത് നായിക വേഷം ചെയ്യുമ്പോ എന്താ തോന്നിയേ? സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുറെ. ആരാധ്യ, 2 വാക്ക്. ആരാധ്യ എനിക്ക് തോന്നുന്നു അലന്റെ പേരായിട്ടാണ് ചെയ്തത് അല്ലേ? പറഞ്ഞോളൂ. എന്താ പറയുക, ആദ്യത്തെ സിനിമയാണോ? അല്ല, ഞാൻ വേറെ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ടായി, ചെറുതും അങ്ങനെയൊക്കെ റോളുകളായിട്ട്. അപ്പോൾ വാഴ 2 എന്ന് പറയുന്നത്
ഉറപ്പായിട്ടും നല്ലൊരു ഓപ്പണിംഗ് ആയിട്ട് കാണുന്നു, ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നു. ഓക്കെ, ഇവരോടൊപ്പം തന്നെ നമുക്കിനി ഒരു ബാലതാരത്തെ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനുണ്ട്. ലെറ്റ്സ് വെൽക്കം വേദ ഓൺ ടു ദ സ്റ്റേജ്. വേദശങ്കർ അല്ലേ? യെസ്, വേദശങ്കറിനെയും ഈ ഒരു സമയത്ത് നമ്മൾ വലിയ കയ്യടിയോടെ സ്വാഗതം ചെയ്യുകയാണ്. ഐ തിങ്ക് വേദ ഈ ഒരു നായകന്മാരുടെ ആരുടെയും സിബ്ലിംഗ് ആയിട്ടാണ് അഭിനയിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? കം ഫോർവേഡ് വരൂ. അപ്പൊ ഇതാണ് വേദ ശങ്കർ. വാഴ 2 നല്ലൊരു വേഷം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എന്താണ് ക്യാരക്ടർ എന്ന് പറയൂ. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഈ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും കൂടെ എക്സ്പീരിയൻസ്? ആക്ച്വലി വേദ എന്താ ചെയ്യുന്നത്? ഞാൻ അലഞ്ചേട്ടന്റെ അനിയത്തിയായിട്ട് അനീതിയായിട്ട് നമ്മൾ ടീച്ചറിൽ കാണുന്നത് താങ്കളെയാണോ ചേട്ടന്റെ കൂടെ അല്ലേ? അല്ലേ, ടീച്ചറിൽ ഒരു ക്ലിപ്പ് പോയാല് താങ്കളെയല്ലേ കാണുന്നത്, മറ്റേ ടെറസിലിരുന്ന് കളിക്കുന്നത് അല്ലേ? അല്ലേ, താങ്കളെയാണ്. എന്താ ചെയ്യുന്നത്? ആക്ച്വലി പഠിക്കുകയാണോ? ഞാൻ എത്തിക്ക് എഴുത്തിനാണ് പഠിക്കുന്നത്. അടിപൊളി. എന്താ മനസ്സിൽ തോന്നുന്നത്? കുറച്ച് ദിവസമുള്ളൂ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമ. സന്തോഷം, ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഈ സ്കൂളിലൊക്കെ ചില സമയത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം എന്താ വാഴ ചോദ്യം പറ്റി? ലൈക്ക് അഭിനയിച്ചിട്ടുണ്ടോ അങ്ങനെ ചോദിക്കും. ഇനിയിപ്പോ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല, താങ്കളുടെ ഫേസ് എല്ലാവരും കണ്ടു കഴിഞ്ഞല്ല. ഈ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന സംഭവം ഇതായിരിക്കുമല്ലോ, ആഷിർ എങ്ങനെയുണ്ട് ആള്, അജൻ എങ്ങനെയുണ്ട് ആള്, അലൻ എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള ചോദ്യമല്ലേ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത്. എല്ലാവർക്കും വേണ്ടിട്ട് ഉത്തരം പറയണം, എങ്ങനെയുണ്ട് ഇവരെ ആൾക്കാര്? നല്ല രസം. എന്നെ അനിയത്തിയായിട്ട് നോക്കും, സപ്പോർട്ട് ചെയ്യും, പറഞ്ഞുതരും. അപ്പൊ ഗംഭീരാവട്ടെ. ഇനി നമുക്ക് ആ ചടങ്ങിലേക്ക് ഔദ്യോഗികമായിട്ട് കടക്കേണ്ട സമയമാണ്. കൃത്യം 7:30 മണി ഈ ശനിയാഴ്ച ദിവസം എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മുഹൂർത്തത്തിലേക്ക് നമ്മൾ കടക്കാം. വാഴ 2 ഒഫീഷ്യൽ ട്രെയിലർ ലോഞ്ച് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി ഓഡിയൻസിന്റെ ഒപ്പം വരുന്ന ആൻഡ് വിപിൻദർ സാറിനോട് ഈ സ്റ്റേജിൽ ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യാൻ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ബാക്കി എല്ലാവരും തിരിച്ച് നിങ്ങളുടെ സീറ്റുകളിലേക്ക് ഇരിക്കാൻ നമ്മളൊന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ആൻഡ് ഇപ്പോ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഒറ്റ നോക്കുന്ന മുഹൂർത്തം വാഴ 2 ഒഫീഷ്യൽ ട്രെയിലർ ലോഞ്ചിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആൻഡ് ആ ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് റൈറ്റർ വിപിൻദർ സാറാണ്. അപ്പൊ സാർ ഒന്ന് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ട് യു മേ ജോയിൻ ദി ഓഡിയൻസ്. വാഴ 2 ട്രെയിലർ ഒഫീഷ്യലി ഇവിടെ ലോഞ്ച് ചെയ്യണം. അപ്പോൾ ഓൾറെഡി യൂട്യൂബിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. സിനിമ എന്തായാലും ഏപ്രിൽ 2 വരുന്നുണ്ട്, സിനിമയും കാണുക. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. കണ്ടു, നല്ലൊരു വേഷമാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് തോന്നുന്നു. സോ ചേട്ടന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ആൻഡ് അബൌട്ട് ദി ക്യാരക്ടർ. ഞങ്ങൾ ഇന്റർവ്യൂല് പറഞ്ഞിരുന്നു, പല ജനറേഷനില് കൂട്ടുകാരൻ റോൾ ഭംഗിയായിട്ട് ചെയ്ത ആളാണ്. പക്ഷെ ഇപ്പോ ഗംഭീരമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുകയാണ് ചേട്ടൻ. ആൻഡ് വാഴ 2 എത്തി നിൽക്കുന്ന സമയത്ത് വൺ ഓഫ് ദി നായകന്റെ അച്ഛനാണ് അദ്ദേഹം കേട്ടോ. അപ്പോ നായകന്മാരുടെ അച്ഛനാണ് ഒരാൾ. ചേട്ടാ പറയൂ, ആദ്യമായിട്ട് ഈ പറയുന്ന പോലെ നായകന്റെ അച്ഛനാവുന്ന ഒരു ഫീൽ എന്താണ് വാഴ 2 എത്തി നിൽക്കുന്ന സമയത്ത്? അത് പിന്നെ നായകന്റെ അച്ഛനാവുക എന്നതിലുപരിയായിട്ട് നമ്മുടെ അലന്റെ അച്ഛനാവുക എന്ന് പറയുന്ന ഏറ്റവും വലിയ സന്തോഷം. അതെ, രണ്ടുപേർക്കും ഒരേ ചായ കാച്ചലാണ്. നോക്കിയേ, ഞാൻ നേരത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, അതായത് എൻ്റെ പഴയ ഒരു സിനിമ ഉണ്ടല്ലോ, മുദ്ര. അപ്പൊ അതിൽ പാട്ടുണ്ട്, പുതുമഴയായി പൊഴിയാം എന്ന് പറഞ്ഞ പാട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഏകദേശം കുറച്ചൊക്കെ ഫേസ് കട്ട് അലനുണ്ട് ചെറുതായിട്ട്. എന്തായാലും വളരെ സന്തോഷം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വാഴ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. ഫസ്റ്റ് പാട്ട് അല്ല, വാഴ 2ാം ഭാഗത്തിൽ അഭിനയിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സംഭവം, അതിൽ പോസിറ്റീവ്സ് ഉണ്ട്, ഒരുപാട് നെഗറ്റീവ്സും ഉണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പോസിറ്റീവായിട്ട് തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ, യുവാക്കളും യുവതികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെ എല്ലാവർക്കും അവസരം നൽകാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരുപാട് പേർക്ക് അവസരം നൽകുന്ന ഒരു സിനിമകളാണ് ഈ വാഴ 1 ആണെങ്കിലും 2 ആണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയ എങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കണം എന്ന് കാണിച്ചു തന്ന ചെറുപ്പക്കാരാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ അവർക്ക് എല്ലാ സപ്പോർട്ടും നമ്മൾ നൽകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എനിക്കും ഒരു കഥാപാത്രം, അച്ഛൻ കഥാപാത്രമാണെങ്കിലും പ്രാധാന്യമുണ്ട്. ഞാനുണ്ട്, രവീന്ദ്രൻ ചേട്ടനുണ്ട്, നമ്മുടെ ബിജുക്കുട്ടനുണ്ട്, പിന്നെ വിനോദുണ്ട്, ഒരുപാട് പേരുണ്ട്. എല്ലാവരും പേര് എനിക്ക് ഓർമ്മയില്ല, എല്ലാവരും കുറേ പേര്. പിന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് പുതിയ ആളുകൾ, എല്ലാവരും കൂടെ സംഘടിതമാവുന്ന ഒരു സിനിമയാണ് വാഴ 2. ഇപ്പോൾ വിപിൻ ദാസിനോടും അതേപോലെ തന്നെ സബിനോടൊക്കെ തന്നെ ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ്. എല്ലാവരും ഇവിടെ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇതൊരു ട്രെയിലർ ലോഞ്ചാണ്. അപ്പോൾ എല്ലാവരും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷം. എല്ലാവരും എൻ്റെ സന്തോഷം നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരും വാഴ 2 കാണൂലേ? കാണുമോ?
2-ാം തീയതി കാണൂലേ? നമുക്ക് പൊളിക്കണ്ടേ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഒരു വലിയ കൈഡി സുധീഷ് ചേട്ടൻ ഈ പറയുന്ന പല ജനറേഷനിലായിട്ട് നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതുല്യ നടനാണ്. അപ്പോൾ ചേട്ടന്റെ ഈ പറയുന്ന ഒരു വേറെ തന്നെ ഒരു ആക്ടിങ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ചേട്ടാ താങ്ക് യു സോ മച്ച്. ഗംഭീരാവട്ടെ എല്ലാ കഥാപാത്രങ്ങളും പോലെ തന്നെ. താങ്ക് യു ചേട്ടാ. ഇനി അടുത്തതായിട്ട് നമുക്ക് രവീന്ദ്രൻ സാറിനെ വേദിയിലേക്ക് സ്വാഗതം. ഈ പറയുന്ന പോലെ കുറേ അധികം നാളുകളായിട്ട് പ്രായം നട്ടാതെ അത്രയും സ്റ്റൈലായിട്ടിരിക്കുന്ന ഒരാളാണ്. എപ്പോ കണ്ടാലും യു ആർ ഓൾ ദി സ്കൂൾ. അച്ഛനായിട്ടല്ലേ? അയ്യോ സോറി. ഇതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇത് യൂത്തിലാണ് ഷൂട്ട് ചെയ്തത്, ഫ്യൂച്ചറിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ വളരെ എൻജോയ് ചെയ്ത ഒരു റോളായിരുന്നു അത്. ഞങ്ങളൊരു 3-4 ദിവസം ഷൂട്ടിങ് അറിഞ്ഞില്ല. കാരണം ഞങ്ങളുടെ ഡയറക്ടർ, ക്യാമറമാൻ, എഡിറ്റർ, എൻ്റെ കോ ആക്ടേഴ്സ് ഞങ്ങളൊരു പിക്നിക്ക് പോയ പോലെ വളരെ എൻജോയ് ചെയ്ത് ഷൂട്ടിങ്ങും അതേപോലെ തന്നെ ഫുൾ. അപ്പോൾ ഞങ്ങൾ പിരിയുമ്പോൾ തന്നെ ആ ഒരു ഗെറ്റ് ടുഗദർ ഭയങ്കര ഇമോഷണലായിരുന്നു. വളരെ സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു വന്നിട്ടുള്ളത്. അതിൻ്റെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു റോളാണ്. ഞാൻ വളരെ ലെങ്തി അല്ലെങ്കിലും വന്നിട്ട് വളരെ സൂപ്പറായിട്ട് വന്നിട്ടുള്ള റോളാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ഞാനിത് ചെയ്തപ്പോൾ ശരിക്കും ഇടുക്കിക്കൊണ്ട് ഞാൻ ചെയ്ത ക്യാരക്ടറെ എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ അതുപോലെ എല്ലാവരും ഈ ക്യാരക്ടറിൽ സ്വീകരിക്കുന്നു വരുന്നു. അതായത് പടം ഭയങ്കര സൂപ്പറായിട്ടുണ്ട്, ട്രെയിലറും നന്നായിട്ടുണ്ട്. സോ എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്. സോ ലെറ്റ്സ് എൻജോയ്. ഓക്കെ, താങ്ക് യു. ചേട്ടാ പോലെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, എങ്ങനെ ഇത്ര സ്റ്റൈലായിട്ടിരിക്കാൻ പറ്റുന്നു ഇപ്പോഴും? സ്റ്റൈല് മാത്രമല്ല സാർ, എപ്പോഴും യു ആർ വെരി കൂൾ. ഈ ഒരു എനർജി എപ്പോഴും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ല, ഐ ലീവ് മൈ ലൈഫ്. ഞാൻ ഞങ്ങൾക്ക് ഇത്ര സൗന്ദര്യവും സ്റ്റൈലൊക്കെ ഇത്ര കൂടുതലാണ് കേട്ടോ. ഐ എൻജോയ്. നമുക്ക് എപ്പോഴും വന്നിട്ടുള്ള ഒരു ലൈഫല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ മാക്സിമം അതിനകത്തേക്ക് ഒരു സന്തോഷം എപ്പോഴും കണ്ടെത്തുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അപ്പൊ അതങ്ങനെ എല്ലാത്തിനും സന്തോഷം. അപ്പോൾ ഞങ്ങൾ ഷൂട്ടിങ്ങിന് പോകുമ്പോഴും അമേറൈറ്റർ സഭയിൽ എങ്ങനെയുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് നമ്മൾ നിൽക്കുക. അപ്പോൾ ഐ ഓൾവേസ് ലീവ് വിത്ത് യങ്സ്റ്റേഴ്സ് സോ ദാറ്റ് യു നോ ആ എനർജി എനിക്കും കിട്ടാറുണ്ട്. അപ്പോൾ ഐ എം വെരി ഹാപ്പി. താങ്ക് യു വെരി മച്ച്. സോ വെരി ഗുഡ്. ഓക്കെ, അടിപൊളിയായിട്ട് പോകട്ടെ. ഇതുപോലെ തന്നെ എപ്പോഴും ചെറുപ്പമായിരിക്കാൻ സാധിക്കട്ടെ. ആൻഡ് ഇനി ഒരാളെ കൂടെ ഇൻവൈറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് എനിക്ക് പേഴ്സണലി എന്റെ നാട്ടുകാരനാണ്. അത് ശരി. അപ്പൊ തന്നെ ഇൻവൈറ്റ് ചെയ്തോളൂ. ഞങ്ങളുടെ സ്വന്തം പറവൂരിന്റെ അഭിമാനമായിട്ട് എല്ലാവരും നോക്കി കാണുന്ന നമ്മളൊക്കെ ഈ പറഞ്ഞ ഭയങ്കര ടാലന്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അദ്ദേഹത്തിന്റെ സ്പേസ് ഇനിയും മലയാള സിനിമ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. നിറഞ്ഞ കയ്യടിയോടെ സ്വാഗതം ചെയ്യാം വിനോദ് കിടാമംഗലം ടു ദി സ്റ്റേജ്. ഞങ്ങളുടെ പറവൂരിന്റെ അഭിമാനമാണ്. ഈ പറയുന്ന പോലെ വിനോദേട്ടന്റെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നമ്മൾ ഇനി കാണാൻ പോവുകയാണ്. വാഴ 2-ൽ അതേപോലെ ഒരു കഥാപാത്രം നമുക്ക് കാണാനാകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. സസ്പെൻസ് ചെയ്യാൻ പൊളിച്ചോട്ടെ. വാഴ 2-ലെ സസ്പെൻസ് ചെറുതായിട്ട് പൊളിച്ചോട്ടെ. ഇദ്ദേഹം എന്താ ചെയ്യുന്നത് എന്നുള്ളത് വേണ്ടല്ലേ? വേണ്ട, അങ്ങനെ വേണ്ട. കാത്തിരിക്കാം അല്ലേ? നല്ലൊരു കഥാപാത്രമാണ് ചേട്ടാ. യെസ്, പറയൂ. വാഴ 2-ൽ എത്തി നിൽക്കുന്ന സമയത്ത് എന്താ മനസ്സിൽ ഓർക്കാനുള്ളത്? വളരെയധികം സന്തോഷം. എന്നെ ക്ഷണിച്ചത് റെലി ദിവാകരനാണ്, പ്രിയപ്പെട്ട സുഹൃത്താണ്. ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. പക്ഷേ ജോയിൻ ചെയ്തപ്പോഴാണ്, പൂജയ്ക്ക് വന്നപ്പോഴാണ് കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായത്. അപ്പോൾ മനസ്സിൽ തൊട്ടുകൊണ്ട് റെനിച്ചേട്ടനും വിപിൻദാസ് ചേട്ടനും ആദർശേട്ടനും ആര്യസിക്ക, അനീഷേട്ടൻ, അതോടൊപ്പം തന്നെ എൻ്റെ പ്രധാനപ്പെട്ട ക്യാപ്റ്റനായിട്ടുള്ള സവിൻസ, എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. ഇതിൻ്റെ കഥാപാത്രം പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു കാര്യം പറയുന്നു, പ്രിയപ്പെട്ടവരെ, വിപിൻദാസ് സാറ് പറഞ്ഞതുപോലെ വാഴ 1-ൽ മിമിക്രി കലാകാരന്മാർക്ക് വളരെ പ്രാധാന്യം നൽകിയിട്ടുള്ള വലിയ ഒരു സിനിമയായിരുന്നു. അതിൽ കോട്ടയം നസീറും നോബിയും അസീസും ഒക്കെ തകർത്ത് അഭിനയിച്ചു എന്ന് പറയപ്പോൾ തൊട്ട് പിന്നാലെ വന്ന വാഴ 2-ലും അത്തരത്തിൽ പിന്തലമുറക്കാരായ മിമിക്രിക്കാരെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് വാഴ 2 പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൽ മിമിക്രിക്കാരനായ എന്നെയും കൂടി ചേർത്ത് വെച്ചതിൽ ദൈവത്തിന്റെ നാമത്തിൽ ഹൃദയത്തിൽ തൊട്ട് ഈ ടീമിനോട് ഞാൻ നന്ദി പറയുന്നത്. താങ്ക് യു. വലിയ കൈയടി ആൻചാടാ. ഒരുപാട് സന്തോഷം. ഈ പറയുന്ന പോലെ ബീങ് എ പറവൂരുകാരൻ നമുക്കൊരു അഭിമാനമുണ്ട്. മുന്നോട്ട് തന്നെ പോവാ, നമ്മൾ കൂടെ സപ്പോർട്ടിനുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഗദ്ദാഫി, അടുത്തതായിട്ട് നമുക്ക് സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. എൻറ്റയർ ഗ്രൂപ്പ് പ്ലീസ്. Ladies and gentlemen, please put your hands together to welcome Hashir, Alan, Vinayak, Ajit, Devraj, Shabari, Aradhya, Angel Maria and Veda Shankar. കയ്യടി പോരെ കേട്ടോ നിങ്ങളുടെ. എന്താ ഒരു തണുപ്പമയം. Thank you.
ടീഷർട്ട് കണ്ടോ? ഇത് നമ്മുടെ ഒഫീഷ്യൽ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള മൈ ഡെസിഗ്നേഷന്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. ടീഷർട്ട് അവര് നമ്മുടെ ഒഫീഷ്യൽ മെർച്ചൻഡൈസ് പാർട്ട്ണർ ആണ്. സോ ഒരു ടീഷർട്ട് നിങ്ങൾ ഒന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് ഒന്ന് അൺറാപ്പ് ചെയ്ത് നമ്മുടെ ഓഡിയൻസിനെ ഒന്ന് കാണിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. മൈ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞ സൈറ്റിൽ നമുക്ക് ഈ ടീഷർട്ട്സ് അവൈലബിൾ ആയിരിക്കും. ഗദാഫി ഒന്ന് തിരിഞ്ഞു കാണിക്കും. സർട്ടിഫൈഡ് വാഴ കണ്ടോ? ഈ ടീഷർട്ട്സ് പല കളർ വരുമോ? അതാണ് ടീഷർട്ട്. So my designation the website t-shirts are available. You can purchase it. സൂപ്പർ, അടിപൊളിയല്ലേ ടീഷർട്ട്? വാങ്ങിക്കൂലേ? വാങ്ങിച്ചിടൂലേ? ഇടണം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇവിടെ ഈ ഒരു ഗാങ്ങിൽ ഒരാളെ മിസ്സിംഗ് ആണ്. ആ ആളെ കൂടെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാന്ന് പറയുന്നു. ലക്ഷ്മി ധന്യ എന്ന് പറയുന്ന ഒരു ആക്ടർ കൂടെ ഉണ്ട്. വാഴ 2 ഒരു പ്രോമിനന്റ് റോൾ ചെയ്യുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തെ കൂടെ നമ്മൾ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ലക്ഷ്മി ധന്യ പ്ലീസ്. കിരൺ, ലെറ്റ്സ് വെൽക്കം കിരൺ ഓൺ ടു ദ ഫ്ലോർ. കിരൺ കൂടി ഒന്ന് നമ്മളെ ജോയിൻ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. കിരൺ, ഓക്കെ. ഇപ്പൊ കോർണർ കഴിഞ്ഞില്ലേ? ഒരു ഫുൾഫിൽ ആയില്ലേ? ഫുൾഫിൽ ഇവരെ ആയി. കൂടാതെ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫോളോ ചെയ്യുന്ന വേറെ ഇൻഫ്ലുവൻസേഴ്സ് ഒത്തിരി പേരുണ്ട്. അത് ശരി. അൽഫോൺസ് പുത്രനുണ്ട്. നമ്മൾ കണ്ടു, ട്രെയിലറിൽ കണ്ടു. Yes. അപ്പൊ ഇവരെല്ലാരും ഒരുമിച്ച് നമുക്ക് തരുന്ന മാസ് മസാല കാണാനായിട്ട് ഏപ്രിൽ 2 വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. എങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യേണ്ടാത്തൊരു കാര്യം പറയാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ കുറെ നേരം നിന്ന് സംസാരിച്ചു. അപ്പൊ ഞങ്ങൾ ഇന്റർവ്യൂ എടുക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഇവർ എപ്പോഴെങ്കിലും ഒന്ന് നമുക്ക് നേരിട്ട് കിട്ടുമായിരുന്നെങ്കിൽ 2 ചോദ്യം ചോദിക്കാമായിരുന്നു എന്ന്. Yes, of course. Of course, നമ്മളുടെ എല്ലാവരുടെയും കൂടെ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന കുറെ ആക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾക്കുള്ള അവസരമാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആഷിറിനെ ടീമിനെയൊക്കെ കാണുന്ന സമയത്ത് ചോദിക്കാൻ തോന്നിയ ചോദ്യം ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞങ്ങൾ അങ്ങോട്ട് മൈക്കുമായിട്ട് വരാം. വാഴ 2 ടീമിനെ ഞങ്ങൾ ആഷിർ ടീമിനോട് നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കാനുണ്ട് അതൊക്കെ ഇപ്പൊ ചോദിക്കാവുന്ന സമയമാണ്. ഇവിടെ ആ കൊച്ചു മിടിക്കാൻ നമ്മളെ ടീഷർട്ട് കൊണ്ടുപോയാ കൊച്ചു വിട്ട് കിക്ക് എന്തോ ചോദിക്കാനുണ്ട്. വാ ഇങ്ങ് വാ. മോള് വാ, സ്റ്റേജിലേക്ക് വരും. സ്റ്റേജിലേക്ക് വരും. പേരെന്താ പറഞ്ഞ? ഞാൻ മറന്നുപോയി. ആഷിർ ഫാനാണോ? ഓക്കെ, അപ്പൊ നിഖിലേക്ക് എന്തോ നിങ്ങളുടെ ഗ്യാങ്ങിനോട് എന്തോ ചോദിക്കാനുണ്ട് കാര്യമായിട്ട്. അത് നമുക്ക് ചോദിച്ചാലോ മീനാക്ഷി? ചോദിക്കാം. നിഖില കുട്ടി ചോദിച്ചോ? എനിക്ക് കണ്ടപ്പോ നിങ്ങളെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഏറ്റവും ഇഷ്ടം ആരെയാ? എന്നാൽ പേര് പറയത്തില്ല, ഞങ്ങൾ ചൂണ്ടിക്കാണി ഒന്ന് തൊട്ട് കാണിക്കോ? ഒന്ന് ഹഗ് ചെയ്ത് കാണിച്ചോ? അയ്യോടാ, ഹാഷിറാണെന്ന് പറയുന്നുണ്ട്. എന്നെ കൂടെ കെട്ടിപിടി. അതെന്താ എത്ര ഇഷ്ടം എന്താ? അങ്ങോട്ട് പോയിരുന്ന അലനെ എന്താ എത്ര പ്രത്യേക ഇഷ്ടം എന്താ? കണ്ടപ്പോ ഞങ്ങൾക്ക് ഇഷ്ടമായി. പാട്ടിലായിരിക്കും വീണതല്ലേ അലന്റെ? അലൻ ചേട്ടന്റെ പാട്ട് ഇഷ്ടപ്പെട്ടോ? അലന്റെ റീൽസ് കാണാറുണ്ടോ? അലനോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ഒന്നും ചോദിക്കാനില്ല. ചോദ്യം ചോദിക്കാനില്ല. ഞങ്ങൾക്ക് കെട്ടിപ്പിടിക്കണമായിരുന്നു, ഞങ്ങൾക്ക് തൊടണമായിരുന്നു, നമ്മളുടെ ഇഷ്ടം ഒന്ന് പ്രകടിപ്പിക്കണമായിരുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും താങ്ക് യു. നമുക്ക് എന്തായാലും നിഖിൽ ആദ്യമായിട്ട് വന്നതല്ല. നിഖിലേക്ക് ഒരു ചെറിയൊരു സമ്മാനം കൊടുത്തിട്ട് കൊച്ചു പഠിക്കാൻ നമുക്ക് പറഞ്ഞു വിടാൻ തോന്നുന്നു. എത്രാം ക്ലാസ്സിലായിരുന്നു പഠിക്കുന്നത്? അപ്പൊ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിഖിലാണെന്ന കൊച്ചു പഠിക്ക് വാഴ 2 നൽകുന്ന ഒരു വലിയ ചെറിയൊരു ഗിഫ്റ്റ്. യെസ്, അത് നമുക്ക് അലഞ്ചാടിനെ കൊണ്ട് അപ്പൊ നിഖിലയ്ക്കും അലനും ഒരു വലിയ കൈയടി. താങ്ക് യു സോ മച്ച് നിഖില. ഹാഷിറിനോട് ചോദ്യം ചോദിക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അതാ അവിടെ നിന്ന് തട്ടമിട്ടൊരു സുന്ദരി കൈവൊക്കിയിട്ടുണ്ട്. എന്താ ആദിലേക്ക് ഇതിൽ ആരോടാണ് ചോദ്യം ചോദിക്കാനുള്ളത്? നിങ്ങളുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരോട് ചേർന്നിട്ട് ഒരു സ്പൈ എന്ന് പറഞ്ഞിട്ട് അലൻ ബ്രോ വരുന്നു, ATM ന്ന് ഇറങ്ങി വരുന്ന ആശിർച്ച, അങ്ങനത്തെ ഒരു വീഡിയോ. അപ്പൊ അതില് ഒരു സീനുണ്ട്. ബസ് സ്റ്റോപ്പിൽ നിങ്ങളിങ്ങനെ എല്ലാവരും നേരെ നോക്കിയിരിക്കും, പക്ഷെ ബ്രോ മാത്രം തിരിഞ്ഞു നോക്കിയിരിക്കും. അപ്പൊ ആ ഒരു കണ്ടന്റ് ആരാണ് അത് അങ്ങനെ എടുക്കണം എന്ന്? ഡയറക്ടർ ബ്രില്യൻസിനെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇത്ര കൂലകുശമായി ഇവര് വീഡിയോസ് കാണാറുണ്ട് എന്ന് നമുക്ക് അറിയില്ലായിരുന്നു. എന്തായാലും ഉത്തരം അലൻ ചെവി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉത്തരം അതെ അതെ, അത് നമ്മളെല്ലാം കൂടെ ആലോചിച്ചൊക്കെ ചെയ്തതാണ്. ഹായ്, മനസ്സിലായി. ഹായ്. ഇപ്പൊ ആ ബാരിക്കേഡ് മറികടന്ന് പുറത്തേക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് അവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ ഗിഫ്റ്റ് തരുന്നതായിരിക്കും. ആദില, താങ്ക് യു സോ മച്ച്.
അതുപോലെ ഇനി കുറച്ച് സമയമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഗ്യാങ്ങിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോന്നുണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള സമയമാണ്. നമ്മൾ എന്തിനു പാഴാക്കണം അല്ലേ? കിട്ടിയ സമയം നമ്മൾ എന്തായാലും വിനിയോഗിക്കണം. യെസ്, അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഒന്ന് കൈവക്കിയാൽ മതി. ചോദിക്കാനുണ്ടോ? അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ഞാൻ ചോദിക്കാം. അകത്തേക്ക് വരാൻ പറ്റുമോ? ഫ്രണ്ടിലേക്ക് വരാൻ പറ്റുമോ? യെസ് യെസ് യെസ്. ഓക്കെ. എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഈ കൊച്ചുകൂടി. ഇല്ല അല്ലല്ലേ, നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്. ഓക്കെ, അതെ, ഇത് എന്താണ് എവിടെ കണ്ടാലും ഗദ്ദാഫി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാകും. എന്താണ് അപ്പൊ കൊച്ചു പിടിക്കുന്ന പേരെന്താ? റിയാ നസ്രിൻ. റിയാ നസ്ലിൻ. റിയാ നസ്ലിന് ആരോടാണ് ചോദിക്കാനുള്ളത്? എന്താ ചോദിക്കാനുള്ളത്? ടീമിനോട് തന്നെ ചോദിക്കാനുള്ള സെറ്റില് ഫണ്ണി ആയിട്ടും പിന്നെ ഇമോഷണൽ ആയിട്ടും തോന്നിയ മൊമെന്റ്സ്. സെറ്റിലോ? സെറ്റില് ഫണ്ണി ആയിട്ട് തോന്നുന്നത് ഞങ്ങൾ 4 പേരും കൂടെ ഉള്ളതുകൊണ്ടേ ഞങ്ങൾക്ക് ഭയങ്കര കംഫർട്ടാണ്. അപ്പൊ ഞങ്ങൾ 4 പേര് കൂടുമ്പോൾ തന്നെ അതൊരു വൈബായിട്ട് ഞങ്ങൾ മാറ്റും. കാര്യം ഓരോ ചിലപ്പോൾ സീരിയസ് സീൻ, ഭയങ്കര ഇമോഷണൽ സീൻ അല്ലെങ്കിൽ പോലും ഡയറക്ടറൊക്കെ അത്രയും ദേഷിച്ച് നിൽക്കുന്ന ഒരു, ഞങ്ങൾക്ക് ചൂടായി നിൽക്കുന്ന മൊമെന്റ് വരെ ഞങ്ങൾ ചിലപ്പോൾ തമാശകളെ, അത് ഡിസ്റെസ്പെക്ട് ഉണ്ടല്ലോ കേട്ടോ, അന്നാ തോന്നല്ലേ. ഞങ്ങൾ 4 പേര് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് ഓരോ സീൻ ബൈ സീനായി ഞങ്ങൾ എൻജോയ് ചെയ്ത് എല്ലാം. അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. ഇമോഷണൽ സീനോ? ഇമോഷണൽ സീൻ സെറ്റില് ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയ മൊമെന്റ് പടം തീരാറായപ്പോഴത്തേക്കുള്ള ഒരു വിഷമം. കാര്യം ഞങ്ങൾ 115 ദിവസം ഷൂട്ട് ചെയ്തായിരുന്നു. അപ്പം അതിന്റെ ലാസ്റ്റ് ഡേയ്സ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇതായിരുന്നു. അല്ല, മറ്റേ കഥ കൂടെ പറ. നിങ്ങൾ അംഗഭംഗങ്ങൾക്ക് പരിക്കേറ്റ കഥ കൂടെ പറ. ഇവിടെ ഒരു വലിയ ഫൈറ്റ് ഉണ്ട് വാഴ 2-ല്. ആ ഫൈറ്റിൽ എന്തൊക്കെ പരിക്ക് പറ്റി, എവിടെയൊക്കെയാണ് നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? ആ കഥന്റെ കഥ കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. നമ്മള് ഫൈറ്റ് ഉണ്ട്, ഒരു സ്കൂൾ ആണാ സണ്ണ പറയാം ഫൈറ്റിന്റെ ആ ട്രെയിലർ ഉണ്ടായിരുന്നല്ലോ, സോറി, സ്കൂൾ ഫൈറ്റ് ഉണ്ടായിരുന്നു. അപ്പം ആദ്യം ഒരു സിനിമാറ്റിക് ഫൈറ്റ് മെറ്റീരിയൽ ആയിരുന്നു നോക്കിയത്. അപ്പൊ അത് വിപിൻ ചേട്ടനും ഒന്നും വർക്കായില്ല. ഒരു സ്കൂൾ ഫൈറ്റ് ഒരു ഫീൽ വന്നില്ല. അപ്പൊ അടുത്ത ദിവസം വിപിൻ ചേട്ടൻ കലൈ മാസ്റ്റർ ആയിരുന്നു നമ്മളുടെ കുറയോ. അവൻ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ അല്ല വേണ്ടത്, എനിക്ക് കുറച്ചുകൂടെ റോ ആയിട്ട് പിള്ളേരുടെ ഒരു അടിയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ അപ്പോഴും ഞങ്ങൾ പവർ ആയിട്ടാണ് നിന്നാ. എങ്കിൽ നമുക്ക് നമ്മൾ സ്കൂളിലൊക്കെ ചുമ്മാ ഒന്നും നല്ലതൊക്കെ അല്ലേ, ആ ഒരു ഫീൽഡിൽ അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തതാണ്. അതെ, കണ്ടുള്ള. ആദ്യത്തെ ദിവസം ഞാൻ ഹോസ്പിറ്റലായി, രണ്ടാമത്തെ ദിവസം വിനായക് ഹോസ്പിറ്റലായി, മൂന്നാമത്തെ ദിവസം അജിൻ ഹോസ്പിറ്റലായി. ആകെ രക്ഷപ്പെട്ട് ഇവ മാത്രമേ ഉള്ളൂ. ഈ കയ്യിലൊക്കെ എന്താ അല്ലല്ലേ, ഇത് ബ്രോ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് 2 മാസമായി. ഇത് ക്രിക്കറ്റ് കളിച്ചപ്പോഴത്തേക്ക് പറ്റിയതാ. എന്തോ ക്രിക്കറ്റ് കളിച്ചാൽ പറ്റിയതാ? ചെറിയ സെറ്റല്ലേ? ആൻസറിൽ സാറ്റിസ്ഫൈഡ് അല്ലേ? അപ്പോ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് സെൽഫി എടുക്കണോ? ഓക്കെ, ആരുടെ കൂടെയാ സെൽഫി എടുക്കണ്ടേ? സെൽഫി എടുത്തോ. അപ്പൊ നമ്മളെ കൊച്ചു മിടുക്കിയുടെ കൂടെ എൻറ്റയർ വാഴ ടീം കാസ്റ്റ് ആൻഡ് ക്രൂവിന്റെ ഒരു സെൽഫി എടുക്കാൻ നമ്മൾ വേണ്ടി പോവാണ്. മര്യാദക്ക് ഞാൻ പറഞ്ഞതല്ലേ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സെൽഫി എടുക്കാൻ. ഇതേപോലെ ഒരു സ്വർണ്ണാവസരം ഇനി മിസ് ചെയ്യണ്ട. ഇനി ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? അവിടെ ഹാഷൻ ഫാൻസ് ടീമിനാണ് ഇനി അടുത്ത ചോദ്യം ചോദിക്കാനുള്ളത്. ഗദ്ദാഫി, ഞാൻ അങ്ങോട്ട് പോയിട്ട് ആ ചോദ്യം ഒന്ന് ചോദിക്കട്ടെ. അപ്പൊ ഈ കൊച്ചു മിടുക്കിക്ക് നമ്മളുടെ ഒരു ചെറിയ ഗിഫ്റ്റ്. അപ്പൊ ഒരു വലിയ കൈഡി കൊടുത്തേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് ആ ചെറിയ മിടുക്കനുണ്ട് അവിടെ. തുടക്കം തൊട്ട് ഇവിടെ ഒച്ചപ്പാട് ബഹളമായിരുന്നു ഹാഷിനെ കാണാൻ വേണ്ടിട്ട്. ഇവർക്ക് എന്തോ പറയാനുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം. ഓക്കെ, ഷുവർ. ഫോട്ടോ എടുക്കണം എന്നാണ് ഗദ്ദാഫി പറയുന്നത്. ചാടാൻ പറ്റുമോ നിനക്ക്? പക്ഷേ പക്ഷെ ഒരു ചോദ്യം ചോദിക്കാതെ ഞങ്ങൾ സെൽഫി എടുക്കും. ചോദ്യം ചോദിച്ചാലേ സെൽഫി പറ്റത്തുള്ളൂ. ചോദ്യം ഉണ്ടോ ചോദിക്കാൻ? ചോദ്യമൊക്കെ ചോദിക്കാൻ പറഞ്ഞത് നമുക്ക് ആരാടാ ചോദ്യം? ആരായാലും പറഞ്ഞാൽ മതി. ഈ സിനിമയിൽ ആർക്കാ ഏറ്റവും വലിയ റോള്? ഉത്തരം പറയാൻ ആരാ മുന്നോട്ട് വരുന്നത്? ഈ സിനിമയിലെ ഏറ്റവും കൂടുതൽ റോൾ ആർക്കാണെന്നാണ് ചോദിക്കുന്നത്. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ റോൾ ഉള്ളത് വിനായകനാണ്. വിനായകൻ കം. അപ്പൊ ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് എന്താ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ഒരു അവസരം കൊടുത്താലോ? ഹലോ, ഓടിവാ ഓടിവാ ഓടിവാ. ഗദ്ദാഫി ചാടി വരാൻ പറഞ്ഞപ്പോ അവർ ചാടി വരാൻ റെഡി ആയിരുന്നു.
ഫോട്ടോ വേണ്ട, ഇത് ഈ ചേട്ടന്മാര് ഓടുക. വിനായക്, ഇപ്പൊ ചോദ്യം ചോദിച്ചവർ ഇവിടെ ഉണ്ട്, ഉത്തരം പറഞ്ഞോ? അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് അല്ല, 4 പേർക്കും തുല്യമായിട്ട് തന്നെയാണ്. ഞാൻ വെറുതെ പറഞ്ഞു. ഒരാളെ വിളിച്ചപ്പോ ഒരു പടയുണ്ടല്ലോ ഇത്. നൈസായിട്ട് അതിന്റെ ഇടയിൽ കൂടെ അല്ലേ? സെൽഫി എടുക്കണോ? ഗ്രൂപ്പ് ഞാൻ എടുത്തു തരണോ ഫോട്ടോ? ഞാൻ എടുത്താൽ മതിയോ? അത്ര നല്ല ഫോട്ടോഗ്രാഫി ഐഡിയ കൊള്ളാം. ചോദ്യം ചോദിച്ചപ്പോ ഫോട്ടോ എടുക്കണം, ഭാഷത്തെ കൂടെ. പക്ഷെ അവരത് ഡിസർവ് ചെയ്യുന്നുണ്ടല്ലേ? ഷുവർ. ആ മിടുക്കൻ ആ ധൈര്യം കാണിച്ചില്ലേ? ചേട്ടന നമ്മളുടെ കൂടെ വന്ന ചേട്ടന് വിളിക്കണോ? ചേട്ടൻ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഓടി പെട്ടെന്ന്, സമയമില്ല. അപ്പൊ നിങ്ങളുടേതാ സ്വപ്നം നമ്മൾ സാക്ഷാത്കരിക്കുകയാണ്. നമ്മളുടെ വാഴ 2 എന്റെ ടീമിന്റെ കൂടെ നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണ്. ചേട്ടാ കിട്ടിയോ? നമ്മളെ ക്യാമറമാൻ ചേട്ടനെ കാണുന്നില്ലല്ലോ, എവിടെ പോയി? അവിടെ ഉണ്ടോ? ഓക്കെ. സെറ്റാണോ? അപ്പൊ ഒരു വലിയ കടി കൊടുക്കാം. എടാ, സിനിമ കാണില്ലേ? എന്നാ റിലീസ്? ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? ഫ്രണ്ട്സിനെ കൊണ്ടുപോയി കാണിക്കാലോ ഇനി ഫോട്ടോ. അപ്പൊ ഒരു സമ്മാനം വാങ്ങിച്ചോ? നിങ്ങൾ എന്നാ സമ്മാനം കൊടുത്തോ? എല്ലാവർക്കും കൂടെ ഈ ഗിഫ്റ്റ് ഷെയർ ചെയ്യണം. അപ്പോ 2-ാം തീയതി തന്നെ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണും കേട്ടോ. പ്രോമിസ് അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഫൈനൽ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. അത് ചോദിക്കാനായിട്ട് ആളുതാ അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഓടിവാ. എന്താണ് ചോദിക്കാനുള്ളത്? ആരോടാണ് ചോദ്യം? എന്താണ് ചോദ്യം? ആദ്യം പേര് പറഞ്ഞു. ഓക്കെ, ശ്രീപാർവതിക്ക് ആരോടാണ് ചോദ്യം ചോദിക്കാനുള്ളത്? വീണ്ടും ഹാഷിർ ചേട്ടനോടാണ് ചോദ്യം. എന്താ ചോദ്യം ചോദിച്ചത്? ഇതിൽ ഏത് നായികേനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാണ് ശ്രീപാർവതി ചോദിച്ചിരിക്കുന്നത്. ഹാഷിറിനോടാണ് ചോദ്യം. ഇതില് ആരാണ് ഏറ്റവും ഇഷ്ടമെന്നാ? ലക്ഷ്മി. പണിഞ്ഞവയല്ലേ? ഓക്കെ, അപ്പൊ ശ്രീപാർവതിക്കുള്ള ഗിഫ്റ്റ് പോരട്ടെ. ലക്ഷ്മി ഹാഷിറും കൂടെ ചേർന്ന ഗിഫ്റ്റ് കൊടുത്തോ. ലക്ഷ്മി